അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, മർഹബൻ ബിക്കും ജമീഅൻ. നാളെയാണ് പരീക്ഷ. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന ഒരു പ്രഡിക്ഷൻ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാളത്തെ പരീക്ഷയ്ക്ക് ഒന്നാമത്തെ ചോദ്യം അത് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന പോലെ തന്നെ നഖറ അൽ ഫിഖറ വ നക്തുബു അനിൽ അസ്ഇലത്തിൽ ആതിയ, പാരഗ്രാഫ് വായിക്കുക, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതായിരിക്കും. രണ്ടാമത്തെ ചോദ്യം അതൊരു ഹിവാറായിരിക്കും. അതൊരു പക്ഷേ അധ്യാപകനും വിദ്യാർത്ഥിയും കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു സംഭാഷണമാകാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സംഭാഷണം എന്നത് ഒരു വൃദ്ധനും ഒരു വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു സംഭാഷണം നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അല്ലെ ആശുപത്രിയിൽ നടക്കുന്ന ഡോക്ടറും രോഗിയും തമ്മിലുള്ള സംഭാഷണം, ഈ രീതിയിലുള്ള സംഭാഷണങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു ഭാഗം നമ്മൾ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ലായിഹാത്താണ്. പോസ്റ്ററുകൾ അല്ലെങ്കിൽ പ്ലക്കാർഡുകൾ എഴുതാൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട നല്ല ശീലങ്ങളുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ പ്ലക്കാർഡുകൾ തയ്യാറാക്കാം എന്നുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഷംസുൽ മുഫ്രദാത്താണ്. എന്താണ് ഷംസുൽ മുഫ്രദാത്ത്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ എഴുതുക, അല്ലെങ്കിൽ മദ്രസ സ്കൂളുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക. ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ചോദ്യം അത് ഫിഖറയായിരിക്കും, രണ്ടാമത് ഹിവാർ ആയിരിക്കും. 3 സാധ്യതകളാണ് ഹിവാർ വരാനുള്ളത്. ആ സാധ്യതകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഡോക്ടറും രോഗിയും തമ്മിലുള്ള, അല്ലെങ്കിൽ രോഗിയും നഴ്സും തമ്മിലുള്ള സംഭാഷണങ്ങളായിരിക്കും നമുക്ക് ചോദിക്കുക. അതല്ലെങ്കിൽ അധ്യാപകനും വിദ്യാർത്ഥിയും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു സംഭാഷണമായിരിക്കും. അതല്ലെങ്കിൽ ദാഹിച്ച് അവശനായിരിക്കുന്ന ഒരു വൃദ്ധനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു സംഭാഷണമായിരിക്കും. ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ നമ്മൾ മുമ്പ് പഠിച്ച അഷ്കാലുകൾ, രൂപങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ആ 4 രൂപങ്ങളാണ്. ഏതൊക്കെയാണ് ആ 4 രൂപങ്ങള്? ദാഇറത്ത്, മുസല്ലത്ത്, മുറബ്ബഅ, മുസ്തതില്. ഈ 4 നമ്മൾ അറിഞ്ഞിരിക്കുക. മറ്റൊന്ന് മക്കാത്തിബാണ്. പ്രധാനപ്പെട്ട ഓഫീസുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ച ഓരോ ഹയവാനിന്റെയും മസ്കന്, ഉറാബ്, ഉഷ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായത് തെറ്റായത് ഏതൊക്കെ എന്ന് കണ്ടെത്തുവാനുള്ള സ്വഹീഹ് ഖത്അ എന്നുള്ള രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് നമ്മൾ സൂചിപ്പിച്ചു ഷംസുൽ മുഫ്രദാത്ത്, ഒരു മുസ്തഷ്ഫയുമായി ബന്ധപ്പെട്ട പദസൂര്യൻ തയ്യാറാക്കുക. പദസൂര്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പദസൂര്യൻ തയ്യാറാക്കുവാനുള്ള ചോദ്യം അതൊരു പക്ഷേ മുസ്തഷ്ഫയായിരിക്കും, അല്ല എങ്കിൽ മദ്രസ സ്കൂളുമായി ബന്ധപ്പെട്ടത് വരാം. മറ്റൊന്ന് അയ്യാമ്. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ഒരുപാട് ദിവസങ്ങൾ, ദിനങ്ങൾ, ഡേറ്റ്സ് പഠിക്കുന്നുണ്ട്. ആ ദിനങ്ങൾ യൗമുൽ അത്തുൽ അറബിയ അതെന്നാണ്, യൗമുൽ അത്ഫാൽ, യൗമുൽ ഇസ്തിഖ്ലാൽ ഹിന്ദ്, യൗമുൽ ജുംഹൂരിയത്തിൽ ഹിന്ദ്, യൗമുൽ മുദരിസീൻ. അങ്ങനെ പ്രധാനപ്പെട്ട ദിനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യത മാത്രമാണ് ഖിർത്താസിയ, സ്റ്റേഷനറി ബില്ല് ഉണ്ടാക്കുവാനുള്ള ഒരു ചോദ്യം നമ്മൾ പൊതുവെ കാണാറുണ്ട്. നമ്മുടെ മിഡ് ടേം എക്സാമിന് ചോദിച്ചതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, പരീക്ഷയ്ക്ക് വരും എന്ന് ഉറപ്പുള്ള ഒന്നാണ് പോസ്റ്ററുകള്, ലായിഹാത്തുകള് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ആ ലായിഹാത്ത് ഏതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം എന്നൊക്കെ നമ്മുടെ റിവിഷന്റെ സമയത്ത്, ബൂസ്റ്ററിന്റെ സമയത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇവിടെ പോസ്റ്റർ വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അയ്യാമ് അങ്ങനെ വരുമ്പോൾ ഏറെക്കുറെ ഒക്കെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഈ കാണുന്ന 2 ഉണ്ടല്ലോ, നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അത് അറിയാതെ മറ്റതൊക്കെ നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച്, ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിക്കുന്നുണ്ട്, ആ സാഹചര്യത്തിനനുസരിച്ച് മറ്റൊക്കെ എഴുതാൻ പറ്റും. പക്ഷേ സ്വഹീഹുൽ ഖത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റി എന്നുള്ള ഭാഗം, പോസ്റ്ററിന്റെ ലഫ്ലുകൾ എങ്ങനെയാണ് പോസ്റ്റർ എഴുതേണ്ടത്, എന്താണ് എഴുതേണ്ടതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ പ്രയാസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആ പറഞ്ഞ 3 ഭാഗങ്ങൾ നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്ത് പോവുക. മറ്റൊന്ന് പ്രിയപ്പെട്ട കുട്ടികളെ, ഈ സാധനങ്ങൾ 10-12 സാധനങ്ങൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഈ 12 ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ള സംശയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫിഖറ
അറിയാം, എനിക്ക് ഉത്തരം എഴുതാൻ അറിയാം. മാതാ, എന്ത്, മൻ, ആര് എന്നൊക്കെ എനിക്കറിയാം. അതിൽ അഥവാത്തുൽ ഇസ്തിഫാമിനെ കളഞ്ഞുകൊണ്ട് ഉത്തരം എങ്ങനെ കണ്ടെത്താം എന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഹിവാർ സാറ് 3 സാധ്യതകളാണ് പറഞ്ഞത്. ഹിവാർ എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്, ഹിവാർ എങ്ങനെയാണ് അവസാനിക്കേണ്ടത് എനിക്കറിയാം. ഓക്കെ, അടുത്തത് അഷ്കാല്, പ്രധാനപ്പെട്ട 4 രൂപങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. മക്കാത്തിബ്, ഓഫീസുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഞാൻ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ റിവിഷന്റെ സമയത്ത്, നമ്മുടെ ലൈവിന്റെ സമയത്ത്, നമ്മുടെ മോർണിംഗ് ബൂസ്റ്ററിന്റെ സമയത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ 3 സാധനങ്ങൾ കേട്ടിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുവാൻ. പ്രിയപ്പെട്ട കുട്ടികളെ, യൂട്യൂബിൽ 4ാം ക്ലാസ്സിന്റെ യൂട്യൂബ് ചാനലിൽ അറബിക്കിന്റെ പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ഒന്ന് താഴോട്ട് ചെയ്ത് നോക്കിയാൽ അറബിക് 2024 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ ആനുവൽ എക്സാമിന്റെ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കണ്ടിട്ട് പരീക്ഷ പോവുക. വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.